വട്ടിയൂർക്കാവ് ഇത്തവണ ബി.ജെ.പിയുടെ സ്റ്റാർ മണ്ഡലം. ഇവിടെ ആര് മത്സരിക്കുമെന്ന ചോദ്യത്തിന് 3 പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്. ഒന്ന് ശോഭാ സുരേന്ദ്രൻ, 2 കൃഷ്ണകുമാർ, 3 ശ്രീലേഖ. ജനപ്രീതിയിൽ 3 പേരിൽ ആരാണ് മുൻപിൽ എന്ന് ചോദിച്ചാൽ ശോഭാ സുരേന്ദ്രൻ എന്നും ബി.ജെ.പിയുടെ താരശോഭ തന്നെയാണ്. കൃഷ്ണകുമാർ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ സജീവമാണ്. ഇവിടെയുള്ള കുടുംബങ്ങളിൽ ഒരു കല്യാണമോ മരണമോ അങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ ഉണ്ടായാൽ അവിടെ സജീവ സാന്നിധ്യമാണ് കൃഷ്ണകുമാർ. വട്ടിയൂർക്കാവുകാരുടെ പ്രിയപ്പെട്ട എം.എൽ.എ വി.കെ. പ്രശാന്തുമായി കൊമ്പുകോർത്തു എന്ന പേരിൽ നാട്ടുകാർക്ക് ശ്രീലേഖയോട് ഒരൽപ്പം നീരസമുണ്ടെന്നത് തള്ളിക്കളയാനാകില്ല. അതുകൊണ്ട് ഇവരിൽ ആര് നിന്നാൽ വട്ടിയൂർക്കാവ് പിടിക്കാൻ പറ്റുമെന്നതാണ് ചോദ്യം. കൃഷ്ണകുമാർ വട്ടിയൂർക്കാവിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥിക്ക് വീട് വെച്ചു കൊടുക്കുന്ന ശ്രമത്തിൽ പങ്കാളി കൂടി ആയതോടെ അദ്ദേഹത്തിന്റെ ജനപ്രീതിയുടെ ഗ്രാഫ് ഉയർന്നു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആരാകും സ്ഥാനാർത്ഥി എന്ന ഊഹം എങ്ങും എത്തിയിട്ടില്ല. സ്ഥാനാർത്ഥികൾ രംഗപ്രവേശം ചെയ്തില്ല എങ്കിലും അനൌദ്യോഗികമായി പലരും പ്രചരണ രംഗത്ത് സജീവമാണ്. ഓരോ മുന്നണികളിലും സ്ഥാനാർത്ഥി പട്ടികയിലുള്ളവരുടെ പേരുകളും സജീവമായി ചർച്ചകളിലുണ്ട്. ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ മത്സരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ പാലക്കാട് മണ്ഡലത്തിലും ശോഭാ സുരേന്ദ്രന്റെ പേര് ചർച്ചയിലുണ്ട്. ഇക്കാര്യത്തിൽ അന്തിമ ധാരണയായാൽ മാത്രമാണ് 2 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളുടെ ചിത്രം തെളിയുക. ശോഭയ്ക്ക് പുറമെ ആർ ശ്രീലേഖ, ജി കൃഷ്ണകുമാർ എന്നിവരുടെ പേരുകളും വട്ടിയൂർക്കാവിൽ പരിഗണിക്കുന്നുണ്ട്. ബി.ജെ.പി. നേതൃത്വവുമായി ഉടക്കി നിൽക്കുകയാണ് ശ്രീലേഖ. പലപ്പോഴും അവരുടെ നീക്കങ്ങൾ ഈ ചർച്ചയ്ക്ക് കാരണവുമായി. കോർപ്പറേഷൻ കൗൺസിൽ അംഗം എന്നതിനേക്കാൾ ഉയർന്ന പദവി ശ്രീലേഖ അർഹിക്കുന്നു എന്ന് ബി.ജെ.പി. നേതൃത്വം മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുണ്ട്. അത് കാരണം നേതൃത്വത്തിന് ഇക്കാര്യത്തിൽ തീരുമാനത്തിലെത്താൻ സാധിക്കുന്നില്ല. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ജനങ്ങൾക്കിടയിൽ ജി കൃഷ്ണകുമാർ സജീവമാണ്. എന്നാൽ പ്രഥമ പരിഗണന ശോഭാ സുരേന്ദ്രനാണ്. പാലക്കാട് മത്സരിക്കാൻ ശോഭാ സുരേന്ദ്രൻ താല്പര്യം പ്രകടിപ്പിച്ചാൽ മറ്റു 2 പേരിൽ ഒരാളെ പരിഗണിക്കും. വട്ടിയൂർക്കാവിൽ ശോഭ മത്സരിക്കാൻ തയ്യാറായാൽ പാലക്കാട് മണ്ഡലത്തിൽ ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ സ്ഥാനാർത്ഥിയാകും. കോൺഗ്രസിന് എളുപ്പം വിജയിക്കാൻ സാധിക്കുന്ന സ്ഥലം എന്ന ആത്മവിശ്വാസമുണ്ടായിരുന്ന മണ്ഡലമായിരുന്നു ഒരിക്കൽ തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവ്. മണ്ഡല രൂപവൽക്കരണത്തിന് ശേഷം നടന്ന 2 തെരഞ്ഞെടുപ്പുകളിലും കെ മുരളീധരൻ അനായാസം ജയിച്ചു കയറിയതാണ് യു.ഡി.എഫിന്റെ വിശ്വാസത്തിന് മേൽ. ആരോടും നിരന്തരം താല്പര്യം പ്രകടിപ്പിക്കില്ല എന്ന് തെളിയിച്ച 2019 ഉപതെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് ഇടത്തോട്ടാണ് ചാഞ്ഞത്. 2021 ഇടതുപക്ഷം മണ്ഡലം നിലനിർത്തി. ഹിന്ദു ഭൂരിപക്ഷ മണ്ഡലത്തിലെ വാർഡുകളിൽ നഗരസഭാ തെരഞ്ഞെടുപ്പുകളിൽ നേടുന്ന മേൽക്കോയ്മയാണ് ബി.ജെ.പിയുടെ തുറുപ്പുചീട്ട്. 2 തവണ 2ാം സ്ഥാനത്തെത്തിയെങ്കിലും നിയമസഭയിൽ വിജയിക്കാൻ കഴിയാത്തത് വെല്ലുവിളിയായി ഏറ്റെടുത്താണ് ബി.ജെ.പി. ഇറങ്ങുന്നത്. വമ്പന്മാരെ വാഴിച്ച ചരിത്രം, വീഴ്ത്തിയ ചരിത്രം, ഇങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പോരാട്ടങ്ങളുടെ ആവേശം കാത്തു സൂക്ഷിച്ചിട്ടുള്ള പഴയ തിരുവനന്തപുരം നോർത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ഭാഗമായ 2011 മുതൽ വട്ടിയൂർക്കാവായത്. കെ അനിരുദ്ധൻ, ജി കാർത്തികേയൻ, എം വിജയകുമാർ തുടങ്ങിയ പ്രമുഖർ നോർത്തിൽ വിജയവും പരാജയവും ഒരുപോലെ അഭിമുഖീകരിച്ചവരാണ്. കോർപ്പറേഷനോട് കൂട്ടിച്ചേർക്കപ്പെട്ട പഴയ വട്ടിയൂർക്കാവ്, കുടപ്പനക്കുന്ന് പഞ്ചായത്തുകൾ ഉൾപ്പെടുത്തിയാണ് 2011 വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലം രൂപവൽക്കരിച്ചത്. നോർത്തിന്റെ ഭാഗമായിരുന്ന ഉള്ളൂർ, കടകംപള്ളി പഞ്ചായത്തുകൾ ഒഴിവാക്കി കഴക്കൂട്ടം മണ്ഡലത്തിനോട് ചേർത്തു. 2011 തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരനും ചെറിയാൻ ഫിലിപ്പും വി രാജേഷുമായിരുന്നു മുന്നണി സ്ഥാനാർത്ഥികൾ. 16,167 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ചെറിയാൻ ഫിലിപ്പിനെ മറികടന്ന് കെ മുരളീധരൻ വട്ടിയൂർക്കാവിലെ ആദ്യ എം.എൽ.എ ആയി. 2011 ജയിച്ച കെ മുരളീധരൻ തന്നെയാണ് ഭൂരിപക്ഷം 7,622 കുറഞ്ഞെങ്കിലും 2016 വട്ടിയൂർക്കാവിൽ ജയിച്ചത്. എന്നാൽ ബി.ജെ.പി. മണ്ഡലത്തിൽ ആദ്യമായി 2ാം സ്ഥാനത്തെത്തി കെ മുരളീധരൻ 5,13,322 വോട്ട് നേടി. കുമ്മനം രാജശേഖരൻ 50,709 വോട്ട് പിടിച്ചു. CPM-ലെ TN സീമ 40,441 വോട്ടുമായി 3ാം സ്ഥാനത്തായി. 2019 കെ മുരളീധരൻ വടകരയിൽ നിന്ന് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ വട്ടിയൂർക്കാവിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ കെ വി മോഹൻകുമാറിനെ 14,465 വോട്ടിന് പരാജയപ്പെടുത്തി വി.കെ. പ്രശാന്ത് മണ്ഡലം CPM-ന്റേതാക്കി. വി.കെ. പ്രശാന്ത് 53,545 വോട്ട് നേടിയപ്പോൾ മോഹൻകുമാറിന് 40,365 വോട്ട് ലഭിച്ചു. ബി.ജെ.പിയുടെ എസ് സുരേഷ് 27,453 വോട്ടുമായി 3ാം സ്ഥാനത്തെത്തി. 2021 ഭൂരിപക്ഷം കുത്തനെ ഉയർത്തി വി.കെ. പ്രശാന്ത് മണ്ഡലം നിലനിർത്തി. 61,111 വോട്ട് നേടിയ പ്രശാന്ത് 21,515 വോട്ടിനാണ് ജേതാവായത്. ബി.ജെ.പി. സ്ഥാനാർത്ഥി വി രാജേഷ് 39,596 വോട്ട് നേടി 2ാം സ്ഥാനത്തെത്തി. കോൺഗ്രസ് സ്ഥാനാർത്ഥി വീണ എസ് നായർ 35,455 വോട്ടുകൾ നേടി 3ാം സ്ഥാനത്തായി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് രാജീവ് ചന്ദ്രശേഖർ 53,025 വോട്ട് നേടി വട്ടിയൂർക്കാവിൽ ഒന്നാമതെത്തി. 44,863 വോട്ട് നേടി കോൺഗ്രസിലെ ശശി തരൂർ രണ്ടാമതെത്തിയപ്പോൾ 28,336 വോട്ടുമായി CPI-ലെ പന്യൻ രവീന്ദ്രൻ മൂന്നാമതായി. എന്തായാലും വട്ടിയൂർക്കാവ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ബി.ജെ.പിയുടെ സ്റ്റാർ മണ്ഡലമാകുമോ ഇക്കുറി എന്നതാണ് അറിയേണ്ടത്. ന്യൂസ് ഡെസ്ക് കർമാനസ്.